റിപ്പോർട്ടർ ബ്രേക്കിംഗ്. താനൂരിൽ ചർച്ചയായി ഡീൽ വിവാദം. മണ്ഡലത്തിൽ വോട്ട് കച്ചവടമാണ് നടക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി PK നവാസ് ആരോപിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്ന താനൂർ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ C ഗ്രേഡ് മണ്ഡലമായെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം തള്ളി LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. CPയുമായി ഡീൽ ചെയ്യേണ്ട ആവശ്യം BJPക്കില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി ദീപ പുഴയ്ക്കലിന്റെ മറുപടി. ഡീൽ ആരോപിക്കില്ല, ഡീൽ ചിത്രം വ്യക്തമായൊരു മണ്ഡലമാണ് താനൂർ നിയമസഭാ മണ്ഡലം. ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രതിനിധികളുള്ളത് BJPക്ക് താനൂരിനകത്താണ്. എന്നാൽ അപ്പോൾ സ്വാഭാവികമായി ആ കണക്ക് വെച്ച് താനൂരിൽ 1ാം ക്ലാസ് മണ്ഡലമാണ് BJPയെ സംബന്ധിച്ച് താനൂർ ഫസ്റ്റ് ക്ലാസ് മണ്ഡലമാണ്. പക്ഷേ നിയമസഭയിലേക്ക് എത്തുമ്പോൾ 10,000-ൽ താഴെയാണ് അവരുടെ വോട്ടിംഗ് പാറ്റേൺ. അപ്പോൾ അവരെ സംബന്ധിച്ച് C ഗ്രേഡ് മണ്ഡലമായി താനൂർ മാറണം. ആ മാജിക് എന്താ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ഏകദേശം 15,000-16,000 വോട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ 15,000-16,000 വോട്ടുണ്ട്. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ മാത്രം വോട്ട് കുറഞ്ഞു പോകുന്നതിൻ്റെ പിന്നെ താല്പര്യം എന്ന് പറയുന്നത് കൃത്യമായി BJPയുടെ വോട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നു CPM എന്നുള്ളതാണ്. CPMും BJPയും തമ്മിൽ ഡീലുണ്ടോയെന്ന് എങ്ങനെയാണ് പറയുക? താനൂർ മുനിസിപ്പാലിറ്റിയിലെ പ്രധാന പ്രതിപക്ഷത്താണ് BJP. പ്രധാന പ്രതിപക്ഷത്തിരിക്കുന്ന BJPയുമായിട്ട് ഒന്നും അല്ലാത്തൊരു CPMമായിട്ട് ഡീല് ചെയ്യേണ്ട ആവശ്യം ഇന്ന് BJPക്കും ഇല്ല, NDAക്കും ഇല്ല. NDAയുടെ ഒരു വോട്ട് പോലും മറ്റൊരാളുമായിട്ട് ഡീലിങ് ചെയ്യുന്ന സാഹചര്യം ഇപ്പം ഇല്ല. ഏത് രാഷ്ട്രീയക്കാരുടെ വോട്ടും ആരുടെ വോട്ടും പൊതുജനങ്ങൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യും. അതിപ്പോൾ BJPക്ക് ചെയ്യണം ഞങ്ങൾ സ്വീകരിക്കും, NDAക്ക് ചെയ്യണം ഞങ്ങളത് സ്വീകരിക്കും എന്ന് വെച്ചിട്ട് അത് ഡീലാണെന്ന് എങ്ങനെയാണ് പറയുക? അത് തോൽക്കാൻ പോകുന്നവർക്ക് അതൊരു ഭീഷണി ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഡീലെന്നല്ല മറ്റു രീതിയിലൊക്കെ പറയുന്നത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ താനൂരിൽ ഡീൽ ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ലീഗ് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. എന്താണ് അതിനുള്ള തെളിവായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്? സ്മൃതി, പ്രധാനമായി കഴിഞ്ഞ കാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകുമെന്നുള്ളത് തന്നെയാണ് PK നവാസ് ആവർത്തിച്ച് പറയുന്നത്. കാരണം പല ടേമുകളിലായി നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ BJPയുടെ കൃത്യമായ വോട്ട് അത് ചോരുന്നത് കാണാം. CPM അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള PK നവാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൃത്യമായ വലിയ മുന്നേറ്റം BJPക്ക് ഈ മണ്ഡലത്തിൽ നടത്താൻ കഴിയുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് പ്രകടമായതാണ്. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുത്തനെ കുറയുന്നൊരു കാഴ്ച, അത് കൃത്യമായ ഒരു ഡീലിൻ്റെ ഭാഗമാണ്. അത് ആ ചിത്രം വ്യക്തമായ മണ്ഡലം കൂടിയാണ് താനൂർ എന്നുള്ളതാണ് ആ UDF സ്ഥാനാർത്ഥി പല ആവർത്തേന പറഞ്ഞത്. കഴിഞ്ഞ തവണ PK ഫിറോസ് ഉൾപ്പെടെ മത്സരിച്ച സമയത്ത് ചെറിയ മാർജിനാണ് അവിടെ താനൂർ തോൽക്കുന്ന സാഹചര്യമുണ്ട്. അന്നു മുതൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് BJP വോട്ടുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ആ LDF താനൂരിൽ ജയിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആരോപണം പാടെ തള്ളുന്ന സാഹചര്യമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. BJP കാൻഡിഡേറ്റ് ദീപ പുഴയ്ക്കൽ പറഞ്ഞു വെക്കുന്നത് ആരുമായും ഡീല് ചെയ്യേണ്ട ഒരു സാഹചര്യം താനൂരിനെ സംബന്ധിച്ചില്ല. താനൂരിന്റെ കൃത്യമായ വോട്ട് അത് തങ്ങൾ കൃത്യമായി തന്നെ പിടിക്കും. ഇത്തവണ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത്തരത്തിലും ആരുമായും ഒരു ഡീല് ചെയ്യേണ്ട ആവശ്യവും തങ്ങൾക്കില്ല എന്നുള്ളത്. സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. എൻ്റെ നാട്ടിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലെ ജനങ്ങളെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാവും. അവിടെ ഡീലോ ഒന്നുമില്ല. എൻ്റെ നാട്ടിലെ ജനങ്ങളെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാവും. എല്ലാവരുടെ വോട്ടും സ്വീകരിക്കും. എല്ലാവരും വോട്ടും സ്വീകരിക്കും. ഞാൻ നാട്ടിലല്ലോ, എൻ്റെ നാട്ടിലാകുമ്പോൾ എന്നോട് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നെ അടാൻ പറഞ്ഞു, ഞാൻ നെഞ്ചിലേറ്റിക്കാണ് കൊണ്ടുവരുന്നു. എല്ലാവരും നെഞ്ചിലേറ്റി കൊണ്ടുവരുന്നു വെള്ളോട്ടി. താനിലെ LDF സ്വതന്ത്രന്റെ പ്രതികരണമാണ് കണ്ടത്. സോണൽ, ഇപ്പോൾ എല്ലാവരുടെയും വോട്ടും സ്വീകരിക്കും എന്ന് പറയുന്നു LDF സ്വതന്ത്രൻ. BJPയുടെ പ്രതികരണം ഇപ്പോൾ കണ്ടു. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പൂർത്തിയാക്കാം. തീർച്ചയായിട്ടും LDF സ്ഥാനാർത്ഥി പറഞ്ഞത് എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും. അതായത് BJPയുടെ വോട്ട് തന്നാൽ BJPയുടെ വോട്ടും സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് LDF കാൻഡിഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിലെ സാഹചര്യം അനുസരിച്ച് പല തവണയായി നടന്ന തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ അനുസരിച്ച് കൃത്യമായി BJPയുടെ വോട്ട് അത് പർച്ചേസ് ചെയ്യുന്നത് CPM ആണ്, LDF ആണ് എന്നുള്ളതാണ് UDFന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത് ശരിവെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് LDF കാൻഡിഡേറ്റ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ BJP പറയുന്നത് തങ്ങളുടെ വോട്ട് എവിടെയും ആരുമായി ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം താനൂരിനെ സംബന്ധിച്ചില്ല. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെയുള്ളവ കൃത്യമായി BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലം അല്ലെങ്കിൽ സ്ഥലം കൂടിയാണ് താനൂർ. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുത്തനെ കുറയുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിക്കുമെന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി PK നവാസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ താനൂർ ഡീൽ നടന്നിട്ടുണ്ട്. CPMും BJPയുമായിട്ടാണ് ഡീൽ എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PK നവാസ്. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.